പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന ഗം ഇഷ്യൂസ് അല്ലെങ്കിൽ ഗം ഇൻഫെക്ഷൻസ് ഇതൊക്കെ വരുന്നതിന്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് അവരുടെ ഹോർമോൺ ചേഞ്ചസ്. അത് നമ്മുടെ ബോഡിയിൽ വരുമ്പോൾ അത് ഗംസിനെ അഫക്റ്റ് ചെയ്യും. കുറച്ചധികം ബാക്ടീരിയൽ കോളനൈസേഷൻ വരാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. ആ ഒരു ടൈമിൽ കുറച്ചധികം ക്രേവിങ്സും ചിലപ്പോൾ ഇത് ശ്രദ്ധിക്കാതെ കുട്ടിയുടെ കാര്യത്തിന് വേണ്ടിയിട്ട് കൂടുതൽ ബോധേഡ് ആയിട്ടിരിക്കുന്നതും രാത്രി കൂടുതൽ ഭക്ഷണം കഴിക്കുന്നതും ചിലപ്പോൾ ഉണ്ടായിരിക്കാം. ഇപ്പൊ ഇതുകൊണ്ട് തന്നെയും പിന്നെ ഈ ഹോർമോൺസിന്റെ ചേഞ്ചസ് കാരണം ഗംസിൽ ഇൻഫെക്ഷൻസ് വരാറുണ്ട്. പക്ഷെ അതിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് മെഡിക്കലി അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു വിൻഡോ ഫോർ ട്രീറ്റിംഗ് എ പ്രഗ്നന്റ് ലേഡി എന്ന് പറഞ്ഞ സെക്കൻഡ് ട്രൈമിസ്റ്റർ ആണ്. സോ ഒരാൾക്ക് ഗമ്മിനൊരു ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഉടനെ തന്നെ ട്രീറ്റ്മെന്റ് ചിലപ്പോൾ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. സോ ആ സെക്കൻഡ് ട്രൈമിസ്റ്റർ വരെ വെയിറ്റ് ചെയ്യാൻ എല്ലാ ഡെന്റിസ്റ്റും പറയും. കാരണം ഒരു ചെറിയൊരു മൂവ്മെന്റ് തന്നെ ക്യാൻ ക്രിയേറ്റ് എ ലോട്ട് ഓഫ് ഇഷ്യൂസ്. അത് നോബഡി ടേക്സ് ദാറ്റ് റിസ്ക്. ഓക്കെ, അപ്പൊ നമ്മൾ അതിനുവേണ്ടി ഒരു പല്ല് ക്ലീൻ ചെയ്യാൻ വേണ്ടി ആ സമയത്ത് ചിലപ്പോൾ പറയണമെന്നില്ല. അപ്പൊ നമുക്കൊരു 3 months കഴിഞ്ഞ് കിട്ടുന്നത് ഗംസ് വളരെ മോശമായിട്ടുള്ള സ്ഥിതിയിലായിരിക്കും.